ഹായ് ഫ്രണ്ട്സ്, ഫോക്കസ് ബോഡി ബിൽഡേഴ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ പുതിയൊരു വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ്. പുതിയൊരു വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മളൊരു 2 മാസം മുൻപ് നമ്മളൊരു വണ്ടി വർക്കിംഗ് വീഡിയോ കാണിച്ചിരുന്നു. അതായത് നമ്മുടെ ഗോവയിൽ നിന്നും നമ്മുടെ അടുത്ത് വർക്ക് ചെയ്യാനായിട്ട് വന്നൊരു വണ്ടി. അപ്പോൾ വണ്ടിയുടെ വർക്ക് കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് വണ്ടി ഇന്ന് പോവുകയാണ്. 31 സീറ്റ് വണ്ടിയായിരുന്നു, 40 സീറ്റാക്കിയിട്ടുണ്ട് വണ്ടി. അതായത് നമ്മുടെ നാട്ടിൽ നമുക്ക് അങ്ങനത്തെ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അപ്രൂവലോ കാര്യങ്ങളൊന്നും കിട്ടില്ല, നമ്മളങ്ങനെയുള്ള വർക്കുകൾ ചെയ്യാറില്ല. പക്ഷേ ഇത് ഗോവയിൽ നിന്ന് വന്ന അവരുടെ നാട്ടിൽ അതിൻ്റെ സീറ്റിംഗ് കപ്പാസിറ്റി പാറ്റേണും കപ്പാസിറ്റി വെച്ച് ബുക്കിൽ ആഡ് ചെയ്യാൻ പറ്റുന്നുണ്ട്. വേറെ പ്രശ്നങ്ങൾ കാര്യങ്ങളൊന്നുമില്ല. അതിനുള്ള പേപ്പർ കാര്യങ്ങളെല്ലാം നമ്മൾ കൊടുത്താണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒരു വണ്ടി നമ്മൾ വർക്ക് ചെയ്ത് വളരെ ഭംഗിയായിട്ട് ഡിസൈനൊക്കെ ഉണ്ട് കേട്ടോ. നല്ല അടിപൊളി നമ്മുടെ ഏജ ഗ്രാഫിക്സിൻ്റെ ഡിസൈനാണ്. നമ്മുടെ ഡിസൈനർ നമ്മുടെ ശ്രീജിത്ത് കാലിക്കറ്റാണ് വർക്ക് ചെയ്തിരിക്കുന്നത്. നല്ല ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട്. കുറേ നാളുകൾക്ക് ശേഷം നമ്മളങ്ങനെ ഡിസൈൻ അടിച്ചൊരു വണ്ടി. ആ ഡിസൈന് കാര്യങ്ങൾ നമ്മൾ വണ്ടിയുടെ വർക്ക് കാര്യങ്ങളെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കാര്യങ്ങൾ പറയാം. സപ്പോർട്ട് ചെയ്യുക. ഇനിയും നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. അവിടെ നിന്നൊക്കെ ഗോവയിൽ നിന്നൊക്കെ വേറെ വണ്ടികൾ നമുക്ക് വരാനുണ്ട് ഇനിയും. അപ്പോൾ അതിൻ്റെയൊക്കെ വിശേഷങ്ങൾ നിങ്ങൾ കാണിച്ചു തരുന്നതായിരിക്കും. അപ്പോൾ ഈ വണ്ടിയുടെ ഫുള്ളായിട്ടുള്ള വീഡിയോസ് നമ്മളിപ്പോൾ കാണിച്ചു തരുന്നുണ്ട്. അപ്പോൾ കണ്ടു നോക്കുക, അഭിപ്രായം പറയുക. ഔട്ട്സൈഡ് വ്യൂ കണ്ടു കഴിഞ്ഞാൽ നല്ല ഭംഗിയായിട്ടുണ്ട്. ടോപ്പൊക്കെ നമ്മൾ സെഡോണിൻ്റെ സെയിം ഷേപ്പ് തന്നെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ ഡിസൈൻ ചെയ്തിരിക്കുന്നത് നമ്മുടെ ഏജ ഗ്രാഫിക്സ് അജയാണ്. അതിനുശേഷം ഡിസൈൻ ചെയ്ത് നമ്മുടെ ഡിസൈനറായ ശ്രീജിത്ത് കാലിക്കറ്റാണ്. ആൾ ഭയങ്കര തിരക്കിനിടയ്ക്ക് വന്ന് ചെയ്തിട്ട് പോയതാണ്. കാര്യം കണ്ടാൽ സിമ്പിളാണെങ്കിലും ഒരു 5-6 ദിവസം എടുത്ത് ചെയ്തൊരു ഡിസൈനാണ്. അതുപോലെ ലിപ്പാണെങ്കിലും നമ്മൾ അതേ സെയിം കോമ്പിനേഷൻ ലിപ്പിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ സൈഡിൽ നിന്നുള്ള വ്യൂ, ഈ വണ്ടി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ 31 സീറ്റായിരുന്നു. ഇതെല്ലാം ഇപ്പോൾ ചേഞ്ച് ചെയ്ത് വണ്ടിയുടെ സീറ്റ് എണ്ണം കൂടിയാണ്. നമ്മുടെ നാട്ടിൽ സീറ്റൊക്കെ ഒരു സീറ്റ് എണ്ണം കൂടി കഴിഞ്ഞാൽ നമുക്ക് പിന്നെ വണ്ടി റോഡിൽ ഓടിക്കാൻ പറ്റാത്ത അവസ്ഥ വരും. ഇതിപ്പോൾ അവരുടെ നാട്ടിൽ ഇതൊക്കെ അലൗഡാണ്. അപ്പോൾ ഇതിൻ്റെ ഡയഗ്രം കാര്യങ്ങളെല്ലാം നമ്മൾ അവർക്ക് പാസ് ചെയ്തിട്ടുണ്ട്. അവരിനി വണ്ടി ഫുള്ളായിട്ട് 40 സീറ്റ് വണ്ടിയാക്കി അവിടെ ചെല്ലുമ്പോൾ രജിസ്ട്രേഷൻ ചെയ്തതിന് ശേഷമാണ്, രജിസ്ട്രേഷൻ അല്ല ബുക്കിൽ ആഡ് ചെയ്യും ഇത്രയും സീറ്റ് കൂടി ഒക്കെ ചേർത്തിട്ട്. അപ്പം നമ്മുടെ നാട്ടിൽ ഇങ്ങനെയൊന്നും ചെയ്യാൻ പറ്റത്തില്ല. ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളകത്ത് പോകും. നമ്മളൊരു വണ്ടിയിൽ അങ്ങനെയുള്ള വർക്കുകൾ ചെയ്യാറില്ല. ഇതിപ്പോൾ ഗോവയിൽ നിന്നുള്ളൊരു വണ്ടി ആയതുകൊണ്ട് നമുക്ക് വേറെ പ്രശ്നങ്ങളോ ലീഗലായ പ്രശ്നങ്ങൾ കാര്യങ്ങളൊന്നും നമുക്ക് വരാനില്ല. കാരണം വെച്ചാൽ അവരുടെ നാട്ടിൽ ഇത് അങ്ങനെ ബുക്കിൽ എൻട്രി ചെയ്ത് ഇങ്ങനെ ഉള്ള കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അതൊക്കെയാണ് സമൃദ്ധി കൃപയുടെ വിശേഷങ്ങൾ. നല്ല ഭംഗിയായിട്ടുണ്ട്. ശ്രീജിത്തിൻ്റെ അസാധ്യമായ ഡിസൈന് കാര്യങ്ങളൊക്കെ, നല്ല കളർ കോമ്പിനേഷൻ. ഒരു കാലത്ത് നമ്മുടെ നാട്ടിലുണ്ടായിരുന്നു ഇതൊക്കെ. ഈ വണ്ടിയുടെ നമ്മളിത് സെൻറ്റർ ഡോറായിരുന്നു വണ്ടി. സെൻറ്റർ ഡോറിൽ നിന്ന് മാറ്റിയിട്ട് നമ്മൾ ഫ്രണ്ട് ഡോർ ചെയ്തിട്ടുണ്ട്. ഫ്രണ്ട് ഡോർ ഇതാണ് ഫുട്ബോർഡ്. പിന്നെ ഇൻസൈഡിലാണെങ്കിൽ നമ്മൾ ഡാഷ്ബോർഡ് ചേഞ്ച് ചെയ്തിട്ടുണ്ട്. ഡാഷ്ബോർഡ് ആണെങ്കിൽ നമ്മൾ വോൾവോ ടൈപ്പ് ഡാഷ്ബോർഡ് ചെയ്തിട്ടുണ്ട്. എൻജിൻ കവറ്, പിന്നെ നമ്മൾ ഷിയാസ് ഓഡിയോസിൻ്റെ സൗണ്ട് സിസ്റ്റം ചെയ്തിട്ടുണ്ട്. എല്ലാം നല്ല ഭംഗിയായിട്ട് JCP പാനലിംഗ് ആണ് ചെയ്തിരിക്കുന്നത്. പിന്നെ സീറ്റ് വന്നിട്ട് ഫുള്ളായിട്ട് റെക്സിൻ സീറ്റാണ്. നമ്മുടെ ബെൻസിൻ്റെയൊക്കെ മോഡൽ റെക്സിൻ സീറ്റാണ് ഫുള്ള് ചെയ്തിരിക്കുന്നത്. നല്ല ഭംഗിയായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. അല്ല, നമ്മുടെ നാട്ടിലെല്ലാം കൂടുതലും ക്ലോത്ത് സീറ്റാണ്. ഇതിപ്പോൾ ഗോവയിലൊക്കെ ആകുമ്പോഴെന്ന് പറഞ്ഞാൽ ഈ കടൽ തീരങ്ങളിലൊക്കെ ബീച്ചിലൊക്കെ ചെല്ലുമ്പോൾ ആളുകൾ നനഞ്ഞിട്ട് വന്ന് വണ്ടിയിൽ കയറിയിരിക്കുമ്പോൾ ക്ലോത്ത് ആകുമ്പോൾ പറ്റില്ല. അതുകൊണ്ടാണ് ഒരു റെക്സിൻ ചെയ്തിരിക്കുന്നത്. കണ്ടോ, നല്ല ക്യൂട്ട് ലുക്ക് സീറ്റ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. പിന്നെ ഏറ്റവും ബാക്ക് സൈഡ് ഗ്ലാസ്സിൽ നമ്മുടെ ശിവഭഗവാന്റെ ഒരു ഇത് ചെയ്ത് ഒട്ടിച്ചിട്ടുണ്ട്. കുഴപ്പമില്ല, നല്ല ക്യൂട്ടായിട്ട് ഭംഗിയായിട്ട് വന്നിട്ടുണ്ട്. അത് നമ്മളിത് ഫുള്ളായിട്ട് ടോപ്പ് സീലിംഗ് എല്ലാം ചേഞ്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ. സീറ്റ് നല്ല രസമുള്ള സീറ്റാണ്. നമ്മുടെ കാറിൻ്റെ ഒക്കെ ഉള്ളിൽ കയറിയിരിക്കുന്ന പോലെയുള്ളൊരു ഫീലിങ്. ഇതൊക്കെയാണ് നമ്മുടെ സമൃദ്ധി കൃപ ഗോവ വണ്ടിയുടെ വിശേഷങ്ങൾ കാര്യങ്ങളൊക്കെ.
അപ്പോൾ ഫോക്കസിൻ്റെ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി അമർത്തി ഞങ്ങളുടെ നല്ല നല്ല വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ വീണ്ടും നല്ലൊരു വീഡിയോയുമായിട്ട് വീണ്ടും നമുക്ക്